പട്ടാമ്പി താലൂക്കിന്റെ ആദ്യ വികസന സമിതി യോഗം ശനിയാഴ്ച ചേർന്നു. താലൂക്കിന്റെ പൂർണ്ണതോതിലുള്ള പ്രവർത്തനം ആയില്ലെങ്കിലും താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഭൂരിഭാഗം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ശനിയാഴ്ച രാവിലെ 10:30 പട്ടാമ്പി പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലാണ് പട്ടാമ്പി താലൂക്കിന്റെ ആദ്യ വികസന സമിതി യോഗം ചേർന്നത്. CP മുഹമ്മദ് MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. താലൂക്കിന്റെ പൂർണ്ണതോതിലുള്ള പ്രവർത്തനം ആയിട്ടില്ലെങ്കിലും ആദ്യ വികസന സമിതി യോഗത്തിൽ താലൂക്ക് പരിധിയിലെ ഭൂരിഭാഗം ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. VT ബൽറാം MLA, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുബൈദ ഇസാഖ്, തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AM അബ്ദുള്ളക്കുട്ടി തുടങ്ങി ജനസാരഥികളിൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പട്ടിത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മാത്രമാണ് ആദ്യ വികസന സമിതി യോഗത്തിൽ എത്താതിരുന്നത്. ഇവർ അസൗകര്യം നേരത്തെ അറിയിച്ചിരുന്നു. പൊതുമരാമത്ത്, വിദ്യാഭ്യാസം, സിവിൽ സപ്ലൈസ്, സഹകരണം, ഫോറസ്റ്റ്, ICDS തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തില്ല. താലൂക്ക് വികസന സമിതി യോഗവുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടിക്രമങ്ങളും മറ്റു കാര്യങ്ങളും തഹസിൽദാർ S. വിജയൻ യോഗത്തിൽ അവതരിപ്പിച്ചു. താലൂക്ക് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പൂർണ്ണമായ പിന്തുണയും പങ്കെടുത്ത ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ഉറപ്പു നൽകി. താലൂക്ക് വികസന സമിതി യോഗങ്ങൾ പ്രഹസനമാകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടെന്നും പ്രാതിനിധ്യമുള്ള എല്ലാവരും താലൂക്ക് സമിതിയിൽ പങ്കെടുക്കണമെന്നും യോഗത്തിൽ CP മുഹമ്മദ് MLA പറഞ്ഞു. മാർച്ച് മാസത്തോടെ തന്നെ താലൂക്ക് ഓഫീസിന്റെ പൂർണ്ണതോതിലുള്ള പ്രവർത്തനമാണ് ലക്ഷ്യം വെക്കുന്നതെന്നും MLA സൂചിപ്പിച്ചു. അതുപോലെ താലൂക്ക് വികസന സമിതിയിൽ ഈ താലൂക്കുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ അത് ഏതെങ്കിലും ഓഫീസിലെ ഒരു പ്രതിനിധിയെ അയച്ചാൽ പോരാ, ഒരു പ്യൂണിനെയോ അല്ലെങ്കിൽ ഒരു സാധാ ക്ലർക്കിനെയോ അയച്ച് അത് തങ്ങളുടെ ബാധ്യത തീർന്നു എന്ന് വെച്ചാൽ പോരാ. നമ്മൾ താലൂക്ക് ഉദ്ഘാടനം ചെയ്തു, ഇനി താലൂക്ക് സഭ വേണോ എന്ന് കലക്ടറേറ്റിൽ നിന്ന് തൊട്ട് തഹസിൽദാർക്ക് വരെ ഈ മാസം വേണോ എന്ന് സംശയമുണ്ട്. താലൂക്ക് ഉദ്ഘാടനം ചെയ്തുവെങ്കിലും താലൂക്കിലെ അടിസ്ഥാന സൗകര്യങ്ങൾ പരിപൂർണമായിട്ടില്ല. പക്ഷേ നമുക്കിനിയും ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുടെ പോസ്റ്റിംഗ് വേണം. പോസ്റ്റിങ്ങിനുള്ള ഒരു പ്രധാനപ്പെട്ട തടസ്സം ഇപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഡെപ്യൂട്ടി തഹസിൽദാർ വരെയുള്ളവരുടെ DPC മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ജോലിക്കാരുടെ കുറവാണ്. 2 DPC കൂടി കഴിഞ്ഞാൽ മാർച്ചോടുകൂടി മാത്രമേ ഫുൾ സ്ട്രെങ്ത്തിൽ ആളുകളെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കൂ. നാടിന്റെ വികസനോന്മുഖമായ പ്രവർത്തനങ്ങളിൽ ഇടപെടാനുള്ള അവസരമാണ് താലൂക്ക് സമിതി യോഗങ്ങളെന്നും ആ രീതിയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വേദിയായി വികസന സമിതി യോഗങ്ങൾ മാറണമെന്നും VT ബൽറാം MLA പറഞ്ഞു. ആരെങ്കിലും ഇതിൽ അതിൻ്റെ ഔദ്യോഗിക കാറ്റഗറിയിൽ പെടാത്ത ആളുകളുണ്ടെങ്കിൽ അവർ ഒരുപക്ഷെ മീറ്റിങ്ങിൽ വരാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും ആ മീറ്റിങ്ങിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് ബന്ധപ്പെട്ട ജനപ്രതിനിധികളുമായി പറയുകയും അവരെ കൊണ്ട് ആ വിഷയം ഉന്നയിപ്പിക്കുകയും അതുവഴി ജനവികാരം ശരിയായ രീതിയിൽ ഇവിടെ പ്രതിഫലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിന് പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ സഭയ്ക്ക് അകത്ത് ആരുണ്ട്, പുറത്ത് ആരൊക്കെ നിൽക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് പുറത്ത് നിൽക്കുന്ന ആളുകളുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ കക്ഷി നേതാക്കളും യോഗത്തിൽ സംസാരിച്ചു.